പക്ഷേ ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരാളുടെ ജന്മദിനമാണ്. ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ 44-ാം പിറന്നാൾ ദിനമാണ് ഇന്ന്. കളിക്കളത്തിലെ പ്രതിഭയ്ക്കൊപ്പം ധോണി എന്ന നല്ല മനുഷ്യനെക്കുറിച്ചും ഒത്തിരി പറയാനുണ്ട്. റാഞ്ചിയിൽ ധോണിയുടെ വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ അകലെ പ്രൈം സ്പോർട്സ് എന്നൊരു കടയുണ്ട്. ഈ കട നടത്തുന്നയാൾ പരംജിത്ത് സിംഗ് എന്നാണ് പേര്. കളിക്കളത്തിലൂടെയാണ് പരംജിത്ത് ധോണിയെ പരിചയപ്പെടുന്നത്. ക്രിക്കറ്റിലെ ധോണിയുടെ മികവ് മനസ്സിലാക്കിയ പരംജിത്ത് കൂട്ടുകാരൻ്റെ ഉയർച്ചയ്ക്കായി ഒപ്പം നിന്നു. ധോണി രഞ്ജി ട്രോഫിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ ഒരു സ്പോൺസറെ ആവശ്യമായി വന്നപ്പോൾ 6 മാസത്തോളം ജലന്ധറിലേക്ക് നിരന്തരം യാത്ര ചെയ്ത് ഒരു പ്രമുഖ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് പരംജിത്ത് ധോണിക്ക് നേടിക്കൊടുത്തു. പിന്നീട് ധോണി കീഴടക്കിയ നേട്ടങ്ങളെയൊക്കെ തൻ്റേതാണ് എന്ന പോലെ പരംജിത്ത് ആഘോഷമാക്കുകയും ചെയ്തു. അന്ന് എങ്ങനെയായിരുന്നോ ഇന്നും അങ്ങനെ തന്നെയാണ് മഹി എന്നാണ് പരംജിത്തിന് ഇപ്പോഴും പറയാനുള്ളത്. പരംജിത്തിൻ്റെ ആ ഒറ്റമുറി കടയിലെ ചില്ലലമാരയിൽ സൂക്ഷിച്ചിട്ടുള്ള ബാറ്റുകളിൽ ഒന്നിൽ ഒരു കുറിപ്പ് കാണാം. പ്രിയപ്പെട്ട ചോട്ടു ഭയ്യ, എല്ലാത്തിനും നന്ദി. 20 വർഷം നീണ്ട സൗഹൃദം ഇപ്പോഴും ശക്തമായി തുടരുന്നു. എനിക്ക് ആദ്യ സ്പോൺസർഷിപ്പ് ലഭിക്കാൻ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തു എന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ബൈക്ക് യാത്രകൾ, കടയിൽ ചെലവഴിച്ച സമയങ്ങൾ എല്ലാം ഓർക്കുന്നു. അതെല്ലാം എല്ലാ കാലവും ഞാൻ മിസ് ചെയ്യും. വീണ്ടും നന്ദി, ആശംസകൾ. മഹി. MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന പേരിൽ ധോണിയുടെ ജീവിതം സിനിമയായപ്പോൾ പരംജിത്തിൻ്റെ കഥയും നമ്മൾ വെള്ളിത്തിരയിൽ കണ്ടതാണ്. വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോഴും പിന്നിട്ട വഴികളെയോ ചേർത്ത് പിടിച്ച കാര്യങ്ങളെയോ ഒക്കെ മറക്കാത്ത, അന്നും ഇന്നും തങ്ങളുടെ മഹിയായി നിൽക്കുന്ന ഒരു കൂട്ടുകാരനെ കുറിച്ചാണ് പരംജിത്തിന് എന്നും പറയാനുള്ളത്. ധോണിയുടെ കഥ ചില കാര്യങ്ങൾ നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മളിൽ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം വന്ന വഴി മറന്നു പോവുക എന്നുള്ളതാണ്. തിരക്കുകൾക്കും വലിയ വലിയ സന്തോഷങ്ങൾക്കൊക്കെ പിന്നാലെ പോകുമ്പോൾ പിന്നിട്ട വഴികളിലെ മുഖങ്ങൾ പലരും പലപ്പോഴും മറന്നു പോകും. അവിടെ നമ്മുടെ വ്യക്തിത്വമാണ് ചെറുതായി പോകുന്നത്, അല്ലേ? എത്ര വലിയ നേട്ടങ്ങൾ നേടിയാലും എത്ര ദൂരം സഞ്ചരിച്ചാലും വന്ന വഴി മറക്കാതിരിക്കാനും നന്ദിയുള്ളവരായിരിക്കാനും നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. ഇന്ന് ധോണിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു വാചകം കൂടി നമുക്ക് ഓർക്കാം. നമ്മൾ സ്വയം വിലമതിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ലോകവും നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങുമെന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ ഒപ്പം നിന്നവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ ചേർത്ത് നിർത്തുമ്പോൾ, നല്ല സൗഹൃദങ്ങളെ ജീവിതത്തോടൊപ്പം ചേർത്ത് നിർത്തുമ്പോൾ ഈ ജീവിതം വിലയേറിയതാകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് സ്മരണയുള്ളവരായി മുന്നേറാം, ജീവിതം സുന്ദരമാക്കാം, വന്ന വഴി മറക്കാതിരിക്കാം. നമ്മളെ ചേർത്തു നിർത്തിയവരെ നമുക്ക് എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. അവരെയും കൂടി നമുക്ക് ചേർത്ത് നിർത്താം, അല്ലേ?